പിന്നെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഞാനും കൂടി ഇറങ്ങി വന്നേ ഉള്ളൂ. മായച്ചു തന്നെ സേതുവേട്ടനെ വിളിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരണം. അമ്മ വന്ന് വിളിക്കാതെ വീട്ടിലേക്ക് ഇല്ലെന്നാ സേതുവേട്ടൻ പറയുന്നത്. അമ്മ വന്ന് വിളിക്കുന്ന മായച്ചയ്ക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ രമേശ് ചേട്ടന്റെ ഈ വീട്ടില് നിങ്ങൾ എത്ര ദിവസം കഴിയുന്ന ആലോചിച്ചിട്ടുണ്ടോ? ഒരാവേശത്തിലെല്ലാം തോന്നും. അതെല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെയാ. ഇനിയിപ്പോ സേതുവേട്ടൻ ഞങ്ങൾ കണ്ട വീടിന് കൊടുത്ത അഡ്വാൻസ് കാശ് തിരിച്ചു കിട്ടുമോന്ന് എങ്ങനെ അറിയാം? രമേശ് ചേട്ടനോട് പറഞ്ഞിട്ട് ആ വീട്ടുടമസ്ഥനോടൊന്ന് സംസാരിച്ചു നോക്കണം. ചിലപ്പോ കാശ് തിരികെ കിട്ടിയാലോ? ഇതിലും നല്ല വീട് മായച്ചിക്കും സേതുവേട്ടനും വേറെ കിട്ടും. നന്ദനമോളെ കൂടി ഒപ്പം കൂട്ടാവുന്നുള്ളൊരാഗ്രഹം കൊണ്ടാ സിറ്റി തന്നെ ഞങ്ങൾ ആ വീട് നോക്കിയത്. പക്ഷെ സേതുവേട്ടൻ ചാടി കയറി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരറിഞ്ഞു? ആ വീട് നിങ്ങൾക്ക് തന്നെ വിധിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും മായച്ചി. ഇതിന്റെ പേരില് നിങ്ങൾ തമ്മിലിനി വഴക്കൊന്നും കൂടരുത്. ഞങ്ങൾ എന്നാ പോവാ. വാ. സേതുവേട്ടാ, അറിയാലോ, ഭാനുവിന്റെ വിവാഹത്തോടെ എല്ലാരും വെവ്വേറെ മാറിപ്പോയി താമസിക്കാൻ തീരുമാനിക്കുന്നത്. അതിനിടയില് ആവശ്യമില്ലാത്ത പിണക്കങ്ങളും പരിഭവങ്ങളും വേണ്ട. സേതുട്ടാ, മായച്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത വാശി കളഞ്ഞിട്ട് വീട്ടിലേക്ക് വരാൻ നോക്ക്. അമ്മ വിളിക്കട്ടെ, അപ്പൊ ആലോചിക്കാം. ഈ ദേഷ്യത്തിലിരിക്കുമ്പോ അമ്മ വന്ന് വിളിക്കുന്ന തോന്നുന്നുണ്ടോ? വിളിച്ചില്ല, ഞാനും പോകുന്നില്ല. പോയാൽ ആ കാശ് അമ്മ ചോദിക്കുമെന്ന് പേടിച്ചിട്ടാണ് പെങ്ങളെ. അത് ഉറപ്പായിട്ടും ചോദിക്കും. രമേശ് ഏട്ടൻ ആ വീട്ടുടമയോട് കാര്യമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി. അഡ്വാൻസ് തുക തിരികെ വേണമെന്ന് പറ. ഞാൻ സംസാരിച്ചു നോക്കാം പെങ്ങളെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി സേതുവേട്ടൻ തന്നെ എന്താ വേണ്ടെന്ന് തീരുമാനിക്കും. ഞങ്ങള് പോവാ. സേതുവേട്ടാ, ഞങ്ങൾ ഇറങ്ങാം. രമേശ് ചേട്ടാ.